എന്നാലും ഇത് ആരാ കൊടുത്തത്? ഒരുപാട് പേഴ്സണൽ മെസ്സേജും ഇവൾക്കറിയുന്ന ഇവളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കുറെ ആൾ പ്രവചിക്കുന്നുണ്ട് ഇത് ആരാണ് കൊടുത്തതെന്നൊക്കെ പറ്റും പ്രവചനങ്ങളുണ്ട് ഈ സാധനം ആരാ കൊടുത്തതെന്നൊക്കെ. ഓക്കെ, കുറെ ആൾ അവർക്ക് അറിയുന്ന പേരൊക്കെ പറഞ്ഞു. പക്ഷെ ഇവള് ഭയങ്കര മിടുക്കിയായത് കൊണ്ട് ഒന്നും രണ്ടും ആളൊന്നല്ല, ഒരുപാട് പ്രേമക്കേസുകളുള്ളതുകൊണ്ട് ആരും അത്ര പെട്ടെന്നായിരിക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കൊടുത്തതാണ്. ഞാൻ ഇവള് തമ്മിൽ പരിചയപ്പെട്ട് കുറച്ച് കാലത്തിന് ശേഷം കൊടുത്തതാണ്. എന്തായാലും ആള് നല്ലൊരു മനസ്സിനാണ്. പുള്ളിയുടെ പേര് പറയുന്ന അത്ര ശരിയില്ല. പുള്ളി കല്യാണം കഴിച്ച് നല്ല മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുക. എൻ്റെ അവസ്ഥ എന്തായാലും പുള്ളിക്ക് വന്നിട്ടില്ല. പുള്ളി നല്ല സ്വൈര്യമായിട്ടാണ് ജീവിക്കുന്നുണ്ട്. പേരോറ്റം കൊഞ്ഞാട്ടേക്കണ്ടല്ലോ ജീവിതം. അപ്പോൾ ഇത് ഞാനോട് പരിചയപ്പെട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം പുള്ളി ഇവൾക്ക് കൊടുത്തൊരു പ്രപ്പോസൽ. എന്തായാലും പുള്ളി നല്ല മനുഷ്യനാണ്. കാരണം ഇവളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടും നേരിട്ട് അറിയുന്ന ഒരുത്തൻ അങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞാൽ ചുമ്മാ ഞഞ്ഞാപിഞ്ഞ പ്രപ്പോസൽ അല്ല. പുള്ളി ഡയറക്റ്റ് ഫാമിലിയായിട്ടും ഉമ്മാനോടൊക്കെ സംസാരിച്ച ഒരു കല്യാണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു പുള്ളി ഫോർവേഡ് ചെയ്ത കാര്യങ്ങളൊക്കെ. പുള്ളി എന്തായാലും നല്ല മനസ്സൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഇതിന്റെ പുറകെ എന്തായാലും ഒളിച്ചോടാനുള്ള ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ പണ്ഡിതന്മാർ കൂടുതൽ ചകയണ്ട. ഇനി ഇവർക്ക് എങ്ങാനും ഒളിച്ചോടി പോകണമെന്നോ നാളെ എന്തെങ്കിലും ഇങ്ങനെ പോകണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ പഠിച്ചു നിൽക്കുന്നത് ശരിയല്ല. ഞാൻ ഇപ്പോൾ ബസ് ടിക്കറ്റോ വിമാന ടിക്കറ്റോ ഇനി വേണമെങ്കിൽ എന്റെ വീടും പോരെയും മുഴുവനായിട്ട് ഞാൻ എഴുതി കൊടുക്കി പണ്ടാരൊന്നും പോവില്ല. ചത്താലും പോവില്ല. ഇനിയും കൊണ്ടേ പോകും. എന്റെ പുക കണ്ടേ അടങ്ങുന്നിട്ട് നിൽക്കുക.